എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഒരു പ്രയോജനപ്രദമായ ഒരു ഇൻഫോർമേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ അത് പഠിക്കാൻ പോകുന്നത്, നമ്മളൊരു ഓഫീസിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എക്സൽ യൂസ് ചെയ്യും. നമ്മൾ ഓരോ ദിവസം ഡേ ടു ട്രാൻസാക്ഷൻ എല്ലാം ചെയ്യും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ആ ടാസ്ക് നമ്മൾ ചെയ്തു എങ്കിൽ ടിക്ക് മാർക്ക് ഇടുക, ചെയ്തില്ല എങ്കിൽ നമുക്ക് ക്രോസ് സിമ്പിൾ യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഒരു 1 മന്തിലേക്കുള്ള എടുക്കാം, അല്ലെങ്കിൽ 1 വീക്കിലേക്കുള്ള എടുക്കാം. അതിപ്പോൾ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അങ്ങനെ ഒരു പേഴ്സണലായിട്ട് നമ്മൾ ഒരു 1 മന്തിൽ ചെയ്യുന്ന ടാസ്ക് എന്തെല്ലാമാണെന്ന് അത് വേണമെങ്കിൽ കൊടുക്കാം. അതല്ല നമ്മളിപ്പോൾ വലിയ സൈറ്റുകളിലൊക്കെ പോവുകയാണെങ്കിൽ ഇന്ന സൈറ്റിൽ ഇന്ന ദിവസം പോയി, അത് അങ്ങനെയുള്ള ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അല്ല എങ്കിൽ 1 മന്ത് നമ്മളൊരു ഓഫീസിലാണെങ്കിൽ നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തോ, റൂം റെന്റ് കൊടുത്തോ, വാട്ടർ ബില്ല് കൊടുത്തോ, അപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് ടിക്ക് മാർക്ക് ഇടുക, അല്ലെങ്കിൽ ക്രോസ് മാർക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ സി കോളത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സി കോളം നമ്മൾ സെലക്ട് ചെയ്യാം. ഹോം ടാബിൽ നമുക്ക് ഫോണ്ട് ഉണ്ട്. ഫോണ്ടിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വിഗ്ഡിക്സ് 2 കിടക്കുന്നുണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടിക്ക് മാർക്കാണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റും പിയും കൂടി പ്രസ് ചെയ്യാം. ഇനി ക്രോസ് ആണെങ്കിൽ വേണ്ടെങ്കിൽ ഷിഫ്റ്റ് O പ്രസ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് പി ടിക്ക് മാർക്ക്, ഷിഫ്റ്റ് O ക്രോസ്. ഇനി നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സി കോളം സെലക്ട് ചെയ്യുക. നമുക്ക് ഇതിൽ നമുക്ക് കളറുണ്ട്. ഇതാണ് നമുക്ക് ടെക്സ്റ്റ് കളറ്. നമുക്ക് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കളറ് സെലക്ട് ചെയ്യും. ഇനി നമുക്ക് ടിക്ക് മാർക്കായിട്ട് വരുന്നത് ഒരു ഗ്രീൻ കളർ വേണം. ക്രോസ് നമുക്ക് റെഡാണ്. അങ്ങനെയാണ് വേണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടീഷനും കൊടുക്കുക, ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുക. ഫോർമാറ്റ് മീൻസ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യുക, ബോൾഡ്, ഇറ്റാലിക്, അങ്ങനെ. പിന്നെ ഏതെങ്കിലും കണ്ടീഷനും കൊടുക്കണമെങ്കിൽ അങ്ങനെ കണ്ടീഷനും കൊടുക്കുക. അതായത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, അതാണ് കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോളം നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം ഈ കോളത്തിൽ ഫുള്ളായിട്ട് വരണമെങ്കിൽ കോളം സെലക്ട് ചെയ്യാം. ഹോം ടാബ്, ഇതിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, അതിൽ ഹൈലൈറ്റ് സെൽസ് റൂൾസ് ഉണ്ട്. അതിൽ ഈക്വൽ ടു എന്ന കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. ഈക്വൽ ടുവിൽ നമുക്കിപ്പോൾ ഷിഫ്റ്റ് പി, അതായത് നമുക്ക് ടിക്ക് മാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഷിഫ്റ്റ് പി, അപ്പോൾ പി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ കളർ സെറ്റ് ചെയ്യണം. അപ്പോൾ കണ്ടീഷൻ കഴിഞ്ഞ് നമ്മൾ കളർ സെറ്റ് ചെയ്ത് കൊടുക്കുക. കളർ കൊടുക്കുമ്പോൾ കസ്റ്റം ഫോർമാറ്റ് എടുക്കുക. കസ്റ്റം ഫോർമാറ്റിൽ നമുക്ക് ഇവിടെ കളറുണ്ട്. കളറിൽ നമുക്ക് ഏത് കളറാണ് നമുക്ക് വേണ്ടത്, നമ്മൾ ഗ്രീൻ ആണ് കൊടുക്കുന്നത്, ഗ്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബോൾഡ് വേണമെങ്കിൽ ബോൾഡ് കൊടുക്കുക. ഓക്കെ. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ടിക്ക് മാർക്ക് ആയിട്ടുള്ള നമുക്ക് ഗ്രീൻ വന്നിട്ടുണ്ടാവും. അതായത് ഷിഫ്റ്റ് പി എൻ്റർ ചെയ്യാം. ഷിഫ്റ്റ് പി എൻ്റർ ചെയ്യാം. അതുപോലെ ഷിഫ്റ്റ് O ആണെങ്കിൽ ക്രോസ്, അത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട് റെഡ്. ഷിഫ്റ്റ് പി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ടിക്ക് മാർക്കും ക്രോസ് ഒക്കെ ആയിട്ട് നമ്മൾ ആ ടാസ്ക് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന്, നമുക്കൊരു 1 മന്ത് ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അതോടൊപ്പം നിങ്ങൾക്ക് എക്സലും വേർഡും പവർ പോയിന്റും എല്ലാം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എടുത്ത് പഠിക്കാം. അതൊരു കോഴ്സ് പോലെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.